നഹ്മദുല്ലാഹ വനുസല്ലി അലാ നബിയിഹി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വാല ആലിഹി വസ്വഹ്ബിഹി വനുസല്ലി. ഇന്നത്തെ ഹദീസ് ക്ലാസ്സിൽ പറയുന്നത് പരിശുദ്ധമായൊരു കർമ്മം. ആ കർമ്മം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മേൽ 70,000 മഹത്തുക്കൾ അനുഗ്രഹത്തിനായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. ഏതാണ് ആ കർമ്മം? ആരാണ് ആ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന മഹത്തുക്കൾ? മഹാനായ അല്ലാമ മുഹമ്മദ് ബിൻ സ്വാലിഹ് റളിയല്ലാഹു അൻഹു അവരുടെ ദുറത്തുൻ നാസിഹീൻ എന്ന ഗ്രന്ഥത്തിൽ പരിചയപ്പെടുത്തുന്നുണ്ടത്. നമുക്ക് ഹദീസിലേക്ക് കടക്കാം. അൻ അബ്ദുറഹ്മാൻ ബിൻ ഔഫിൻ റളിയല്ലാഹു അൻഹു, മഹാനായ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസ്. ഖാല അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ജാഅനി ജിബ്രീലു വഖാല, ജിബ്രീൽ എൻ്റെ അടുക്കൽ വന്നുകൊണ്ട് ജിബ്രീൽ പറഞ്ഞു, യാ മുഹമ്മദു ലാ യുസല്ലി അലൈക അഹദുൻ ഇല്ലാ സല്ല അലൈഹി 70,000 മലക്കിൻ. അങ്ങയുടെ മേൽ ആരെങ്കിലും സ്വലാത്ത് ചൊല്ലിയാൽ ആ ചൊല്ലിയവൻ്റെ മേൽ 70,000 മലക്കുകൾ സ്വലാത്ത് ചൊല്ലും. 70,000 മലക്കുകൾ അദ്ദേഹത്തിന് വേണ്ടി അനുഗ്രഹത്തിനായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. വമൻ സല്ലത്ത് അലൈഹിൽ മലായിക്കത്തു കാന മിൻ അഹ്ലിൽ ജന്ന. മലക്കുകൾ ആർക്കെങ്കിലും വേണ്ടി അനുഗ്രഹത്തിനായി പ്രാർത്ഥന നടത്തിയാൽ കാന മിൻ അഹ്ലിൽ ജന്ന, അവൻ സ്വർഗീയ അവകാശികളിൽ പെട്ടവനായി. അപ്പോൾ റസൂലുള്ളാഹിൻ്റെ മേൽ നമ്മൾ സ്വലാത്തുകൾ അധികരിപ്പിക്കുക എങ്കിൽ നമ്മുടെ മേൽ 70,000 മലക്കുകൾ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കും. നമ്മൾ അള്ളാഹു സ്വർഗീയ അവകാശികളിൽ ഉൾപ്പെടുത്തും. നമുക്കറിയാവുന്ന സ്വലാത്ത്, നാം ചൊല്ലുന്ന സ്വലാത്ത് ഏതാണോ അത് കൃത്യമായി അധികരിപ്പിച്ച് ചൊല്ലുക. അള്ളാഹു നമ്മെ ഇരുലോക വിജയികൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാ കൂട്ടുകുടുംബാദികളുടെയും ഖബർ അല്ലാഹു സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. വാഹിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.